അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോമ്പ് തുറക്ക് എന്താണെന്ന് സ്പെഷ്യലെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം ബോണ്ടിയാണ്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 2 നേന്ത്രപ്പഴമാണ്. നമുക്ക് നേന്ത്രപ്പഴം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യേണ്ടത് നമ്മുടെ മിക്സി ജാറിലേക്കാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് കുറച്ച് വെല്ലം, പിന്നെ 2 ഏലക്കായ്. ഇതെല്ലാം കൂടി നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ഗോതമ്പ് മാവുമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അതൊരു കുഴമ്പ് രൂപത്തിൽ വരുമ്പോൾ നമുക്ക് നെയ്യോ എണ്ണയോ ചേർക്കേണ്ടതാണ്. ഞാനിവിടെ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ഓരോ ഉരുളകളാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെല്ലമാണല്ലോ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് വേഗം കരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. പിന്നെ വേഗം എടുക്കേണ്ടതാണ്. നമ്മളൊരു പാത്രത്തിലാക്കി നമ്മുടെ പഴം ബോണ്ടി ഇവിടെ റെഡിയായി. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ചാനലല്ലാതെ മാറ്റാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്യൂ. ബൈ ബൈ. അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും. ബൈ.